ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 22ാമത്തെ ശ്ലോകം നോക്കാം. സകൃന്മേഷ സകൃദ്ധസ്തി സകൃച്ച മഹിഷോഭവത് സകൃദിന്ദ്ര സകൃച്ചാഗ്നി പുനശ്ച പുരുഷോഭവത്. സകൃന്മേഷ സകൃദ്ധസ്തി. സകൃന്മേഷ, സകൃത്ത്, മേഷ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സകൃന്മേഷ. മേഷ എന്നാൽ ആട്. സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, അതായത് ഈ ധുന്ധുകാരിയുടെ പലതരത്തിലുള്ള രൂപമാറ്റം ഇവിടെ ആ ഗോകർണൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ്. താൻ തീർത്തും പ്രേതമാണ്, അനാഥപ്രേതമാണ് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഗോകർണനെ. അതുകൊണ്ട് ആ മുൻപിൽ ഘോരരൂപിയായിട്ട് വന്നിരുന്ന ഗോകർണൻ സകൃത് മേഷഃ, ഒരിക്കൽ ആടിൻ്റെ, അതായത് അവിടെ ഗോകർണൻ്റെ മുൻപിൽ ആദ്യം ഘോരരൂപിയായിരുന്നു, പിന്നെ ആടിൻ്റെ രൂപമെടുത്തു, പിന്നെയോ സകൃത് ഹസ്തി, സകൃത്ത് ഹസ്തി, പിന്നീട് ഒരിക്കൽ ഹസ്തി എന്ന് പറഞ്ഞാൽ ആന. അത് കഴിഞ്ഞപ്പോൾ ആനയുടെ രൂപം സ്വീകരിച്ചു. പിന്നെയോ സകൃച്ച മഹിഷോഭവത്, സകൃത്ത് ച, പിന്നീട് ഒരിക്കലോ മഹിഷഃ അഭവത്, മഹിഷം എന്നാൽ പോത്ത്, പോത്തിൻ്റെ രൂപം സ്വീകരിച്ചു. അതിനുശേഷം സകൃദിന്ദ്രഃ, സകൃത്ത് ഇന്ദ്രഃ, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ. പിന്നീട് ഒരിക്കൽ ഇന്ദ്രൻ്റെ രൂപം സ്വീകരിച്ചു. പിന്നെയോ സകൃച്ചാഗ്നി, സകൃത്ത് ച അഗ്നിഹി, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ്. കഴിഞ്ഞില്ല, പിന്നെയോ പിന്നീട് അഗ്നിയുടെ രൂപം സ്വീകരിച്ചു. പുനശ്ച പുരുഷോഭവത്, പുനഃ ച, പിന്നെ കഴിഞ്ഞില്ല, വീണ്ടും പിന്നെ പുരുഷോഭവത്, പുരുഷഃ അഭവത്, മനുഷ്യൻ്റെ രൂപമെടുത്തും ആ ഗോകർണൻ്റെ മുൻപിൽ തൻ്റെ നിസ്സഹായ അവസ്ഥ, താനൊരു അനാഥപ്രേതമായി അലയുന്നതിൻ്റെ ബുദ്ധിമുട്ട്, തനിക്ക് ഒരു വ്യക്തമായ രൂപമോ ലക്ഷ്യമോ ഇരിപ്പിടമോ ഇല്ലാതെ, അന്നമില്ലാതെ, ജലമില്ലാതെ താൻ അലയുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, താൻ അനാഥനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അനാഥനായപ്പോഴാണ് ഇവിടെ ധുന്ധുകാരി ശരിക്കും സനാഥനായത്. കാരണം അനാഥൻ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവർ. ഭഗവാൻ ഗീതയിൽ പറയുന്നു, അക്ഷരാണാമകാരോസ്മി, അനാഥർക്ക് ആ നാഥനായിട്ടുള്ളവനാണ് ഭഗവാൻ തന്നെ, നാഥനായിട്ടുള്ളവനാണ് അനാഥർ. ഇവിടെ അനാഥനായപ്പോഴാണ് ധുന്ധുകാരി ഭഗവാനെ ഓർത്തത്, സനാഥനായത്. അപ്പോൾ എന്നാലും തൻ്റെ ഈ ഒരു അവസ്ഥ ഗോകർണനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല രൂപഭാവങ്ങളും ആ ഗോകർണൻ്റെ മുൻപിൽ ധുന്ധുകാരി കാണിച്ചു കൊടുത്തു. ആടായും ആനയായും പോത്തായും ഇന്ദ്രൻ്റെ വേഷം ധരിച്ചും അഗ്നിയായും, അതിനുശേഷം മനുഷ്യൻ്റെ രൂപം തന്നെ പൂണ്ടുകൊണ്ടും തൻ്റെ ഈ ഒരു അവസ്ഥയുടെ അസ്ഥിരതാവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ നിസ്സഹായാവസ്ഥ, തൻ്റെ ദയനീയാവസ്ഥ ഗോകർണനെ കാണിച്ചു കൊടുത്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സകൃന്മേഷ സകൃദ്ധസ്തി സകൃച്ച മഹിഷോഭവത് സകൃദിന്ദ്ര സകൃച്ചാഗ്നി പുനശ്ച പുരുഷോഭവത്. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സകൃന്മേഷ സകൃദിന്ദ്ര, അതുപോലെ സകൃച്ചാഗ്നി, മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് മഹിഷോഭവത്, ഒകാരം നീട്ടിയെടുക്കുക, മഹിഷോ അഭവതാണ്. അതുപോലെ പുരുഷോഭവത്, ഒകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 23ാമത്തെ ശ്ലോകമാണ്. വൈപരീത്യമിതം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത അയം ദുർഗതികഃ കോപി നിശ്ചിത്യാഥ തമബ്രവീത്. വൈപരീത്യമിതം ദൃഷ്ട്വാ, വൈപരീത്യം ഇതം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വൈപരീത്യമിതം. ഇങ്ങനെ വിപരീതങ്ങളായിട്ടുള്ള
പല പല രൂപഭേദങ്ങളെ കണ്ടിട്ട് ഗോകർണോ ധൈര്യസംയുത, ആ ഗോകർണൻ ധൈര്യസംയുത, ധൈര്യം അവലംബിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അയം ദുർഗതിക കോപി, ഈ ഒരു സൽഗതി കിട്ടാതെ അല്ലെങ്കിൽ ദുർഗതിയിൽ കോപി ആരാണ്, നിശ്ചിത്യാഥതമബ്രവീത്, ഒരു പ്രേതമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് തം അബ്രവീത്, ആ പ്രേതത്തിനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദ്യം ഇതെന്താ ഈ പല പല രൂപങ്ങളിൽ തൻ്റെ മുൻപിൽ ഈ ഘോരരൂപി കാണിക്കുന്നതെന്ന് ചിന്തിച്ചുവെങ്കിലും പിന്നീട് ഗോകർണന് തന്നെ തോന്നി ഇത് മഹാപ്രേതം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിപരീതങ്ങളായിട്ടുള്ള രൂപങ്ങൾ കാണിച്ച ആ ധുന്ധുകാരിയുടെ മുൻപിൽ ഗോകർണൻ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ആ ധുന്ധുകാരിയോട് ചോദിക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ കാണുന്നത്. സ്വയം ചിന്തിച്ചു, എന്താണ് ഈ ദുർഗതിക്ക് കാരണം, എന്തുകൊണ്ടാണ് ഒരു സൽഗതി കിട്ടാതെ ഈ പ്രേതം ഇങ്ങനെ അലയേണ്ടി വന്നത് എന്നൊക്കെ സ്വയം ചോദിച്ചു. എന്നിട്ട് ആ ധുന്ധുകാരിയോട് ഇപ്രകാരം പറഞ്ഞു. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൈപരീത്യമിദം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത അയം ദുർഗതികഃ കോപി നിശ്ചിത്യാഥതമബ്രവീത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൈപരീത്യമിതം, വൈപരീത്യം ഇതമാണ്, വൈപരീത്യമിതം അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ ധൈര്യസംയുത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ദുർഗതിക, അവിടെ ഗ കൂട്ടക്ഷരം, അതുപോലെ വിസർഗം രണ്ടും ശ്രദ്ധിക്കുക. കോപി, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ തന്നെ തം അബ്രവീത്, തം അബ്രവീതാണ്, തം അബ്രവീത്. അപ്പോൾ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്ത ഗോകർണൻ എന്താണ് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഗോകർണ ഉവാച കസ്ത്വമുഗ്രതരോ രാത്രൗ കുതോ യാതോ ദശാമിമാം കിം വാ പ്രേതഃ പിശാചോ വാ രാക്ഷസോസീതി ശംസനഃ. കസ്ത്വമുഗ്രതരോ, കഹ ത്വം ഉഗ്രതരോ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കസ്ത്വമുഗ്രതരോ. ആരാണ് ഈ ത്വം, നീ, ഉഗ്രതരോ ഉഗ്രരൂപിയായിട്ടുള്ള നീ, അതിഭയങ്കര രൂപിയായിട്ടുള്ള നീ ആരാണ്? രാത്രൗ കുതോ യാതോ ദശാമിമാം, രാത്രൗ ഈ രാത്രിയിൽ, കുതോ യാതോ എന്തിനാണ് ഇവിടെ വന്നത്, ദശാമിമാം, ദശാം ഇമാം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദശാമിമാം. അപ്പോൾ ഈ ഒരു അവസ്ഥയെ എത്തിച്ചേർന്നത്, ദശാം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? കിം വാ പ്രേതഃ പിശാചോ വാ കിം വാ, നീ ആരാണ്, പ്രേതമാണോ പിശാചാണോ? അല്ല, രാക്ഷസോസീതി ശംസനഃ, രാക്ഷസോസീതി, രാക്ഷസഃ അസി ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് രാക്ഷസോസീതി, നീ രാക്ഷസനാണോ? ഇതി ശംസനഃ, ഇതി ഇത് എന്താണെന്നുള്ളത്, ശംസനഃ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ഞങ്ങളോട് ശംസ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും. അപ്പോൾ നീ ഇതിലാരാണ്, പ്രേതമാണോ പിശാചാണോ രാക്ഷസനാണോ? നീ ആരാണ്? ഈ ഘോരരൂപം കൊണ്ട് നീ ഈ രാത്രിയിൽ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന നീ ആരാണ്? നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗതിയെ പ്രാപിച്ചത്? പ്രേതമാണോ പിശാചാണോ രാക്ഷസനാണോ എന്താണെന്നുള്ളത് നീ ഞങ്ങളോടൊന്ന് പറഞ്ഞു തന്നാലും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോകർണ ഉവാച കസ്ത്വമുഗ്രതരോ രാത്രൗ കുതോ യാതോ ദശാമിമാം കിം വാ പ്രേതഃ പിശാചോ വാ രാക്ഷസോസീതി ശംസനഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രേതഃ നഹ് 2 വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക.
പിന്നെ രാക്ഷസോസീതി, അവിടെ വിശ്ലേഷണമുള്ളുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ദശാം ഇമാം, അത് ശ്രദ്ധിക്കുക ഈ കാരം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. അവിടെ സൂതൻ വീണ്ടും കഥ തുടരുകയാണ്. ഇത്രയും വരെ ഇവർ തമ്മിലുള്ള ഒരു സംവാദം പറഞ്ഞുവെങ്കിൽ ഇനി സൂതൻ വീണ്ടും കഥ തുടരുകയാണ്. സൂത ഉവാച ഏവം പൃഷ്ടസ്തഥാ തേന രുരോധോച്ചൈ പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. ഏവം പൃഷ്ടസ്തഥാ തേന, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, പൃഷ്ടസ്തഥാ ചോദിക്കപ്പെട്ട, തഥാ തേന ആ ധുന്ധുകാരി, ഗോകർണനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട, തേന അവനാൽ, അപ്പോൾ ആ ഗോകർണനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ആ ധുന്ധുകാരി ഈ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രുരോധോച്ചൈ, ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പുനഃ വീണ്ടും കരയുകയാണ് ഉച്ചത്തിൽ. കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല ധുന്ധുകാരിക്ക്. നോക്കൂ, ഒരു കാലത്ത് മതത്താൽ അങ്ങനെ തിളച്ചു മറിഞ്ഞിരുന്ന ധുന്ധുകാരി, അന്നും ശാന്തപ്രകൃതിയായിരുന്ന ഗോകർണൻ്റെ മുൻപിൽ താൻ എന്തൊക്കെയോ ആണ് എന്ന് ധരിച്ച് വശായി നടന്നിരുന്ന ധുന്ധുകാരി ഇന്ന് ശാന്തനായി, അന്നും ഇന്നും ശാന്തനായിരിക്കുന്ന ഗോകർണൻ്റെ മുൻപിൽ വന്ന് കാലം കൊണ്ടെത്തിച്ചതുപോലെ ഇന്ന് വന്നിരുന്ന് ഉറക്കെ കരയുന്ന, കരച്ചിലടക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ധുന്ധുകാരിയെ കാലം മാറ്റിയിരിക്കുന്നു. അശക്തോ വചനോച്ചാരേ, ശക്തിയില്ലാത്തവനായിരിക്കുന്ന, എന്ത് വചനോച്ചാരേ, വചനം ഉച്ചരിക്കുവാൻ, വാക്കുകൾ ഉച്ചരിക്കുവാൻ, സംസാരിക്കുവാൻ അശക്തനായ രീതിയിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്ന, കരച്ചിലടക്കാൻ കഴിയാതെയിരുന്ന ധുന്ധുകാരി സംജ്ഞാമാത്രം ചകാരഃ, ആംഗ്യഭാഷയിൽ തൻ്റെ അവസ്ഥയുടെ കാര്യം പറയുവാൻ തുടങ്ങി. കാരണം ഒരു വാക്കുപോലും ഇപ്പോൾ ധുന്ധുകാരിക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല. ആ കരച്ചിൽ തൻ്റെ നിയന്ത്രണത്തിന് അതീതമായി, താൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ കണ്ണുനീരായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ധുന്ധുകാരിക്ക് വായിൽ നിന്നും ഒരു വാക്കുപോലും ഉരുവിടുവാൻ ശക്തിയില്ലാത്തവനായി മാറി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം പൃഷ്ടസ്തഥാ തേന രുരോധോച്ചൈ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൃഷ്ടസ്തത, സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പിരിക്കേണ്ട. രുരോധോച്ചൈ, അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ പുനഃ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. തതോഞ്ജലൗ ജലം കൃത്വാ ഗോകർണസ്തമുദൈരയത് തൽസേകഃ തപ്പാപോസൗ പ്രവക്തുമുപചക്രമേ. ഇനി ഈ ഒരു 26-ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ സംസാരിക്കുവാൻ കഴിയാതെ തൻ്റെ മുൻപിൽ നിന്ന് ആംഗ്യഭാഷയിൽ പറയാൻ ശ്രമിക്കുന്ന ആ ധുന്ധുകാരിയെ ഗോകർണൻ എന്താ ചെയ്തത്? തതോഞ്ജലൗ ജലം കൃത്വ, തതഃ അനന്തരം, അഞ്ജലൗ ജലം കൃത്വ, ആ തൻ്റെ കൈക്കുമ്പിളിൽ ഒരൽപ്പം ജലമെടുത്ത് ഗോകർണസ്തമുദൈരയത്, ഗോകർണഃ തം ഉദൈരയത്, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഗോകർണൻ തൻ്റെ കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്ത്, തം ആ വെള്ളത്തെ, ഉദൈരയത് ആ പ്രേതത്തിൻ്റെ പുറത്തേക്കൊന്ന് തളിച്ചു. ആ സമയത്ത് തൽസേകഃ തപാപോസൗ, ആ ജലസ്പർശം കൊണ്ട് തന്നെ ആ ധുന്ധുകാരിയുടെ പാപങ്ങളൊക്കെ
നശിക്കുകയും ചെയ്തു. സജ്ജനങ്ങളുടെ കൈകൊണ്ടൊരൽപ്പം ജലം ആ ദേഹത്ത് സ്പർശിച്ചപ്പോൾ ആ ധുന്ധുകാരിയുടെ പാപങ്ങളൊക്കെ നശിച്ചു. പ്രവക്തുമുപചക്രമേ, അതിനുശേഷം പ്രവക്തും ഉപചക്രമേ, ആ പ്രേതം സംസാരിക്കുവാൻ തുടങ്ങി. ആ പാപങ്ങളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. താൻ ആ ധുന്ധുകാരി അങ്ങോട്ട് സംസാരിക്കുവാനും തുടങ്ങി. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പാഠഭേദം കാണാം. തൽസേകാത് ഗതപാപോസൗ എന്ന് കാണാം ചില ഗ്രന്ഥങ്ങളിൽ. രണ്ടും ശരിയാണ്. ഗതപാപം എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം പോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോഞ്ജലൗ ജലം കൃത്വാ ഗോകർണസ്തമുദൈരയത് തൽസേകഹതപാപോസൗ പ്രവക്തുമുദചക്രമേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തതോഞ്ജലൗ, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഗോകർണസ്തമുദൈരയത്, തം ഉദൈരയത്, അവിടെ ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ ഹതപാപോസൗ അല്ലെങ്കിൽ ഗതപാപോസൗ, അവിടെ ഗതപാപ അസൗ ആണ്. വിശ്ലേഷണം ഉള്ളതുകൊണ്ട് ഒകാരം നീട്ടിയെടുത്താൽ മതിയാകും. പിന്നെ അടുത്ത പ്രവക്തും ഉപചക്രമേ. പ്രവക്തും ഉപചക്രമേയാണ് മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും 27ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.